കള്ളും കുടിച്ച് ഈ ദൈവിക പരിപാടി ഇവിടെ വേണ്ടാന്ന് നിങ്ങളടുത്ത് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ സോമരസം എന്ന് പറഞ്ഞ ദേവന്മാരെ ഗന്ധർവന്മാരെ പാട്ടി വെച്ചിട്ട് കേൾക്കാറ്. എന്നാ പിന്നെ നിങ്ങൾ ഞാൻ ജീവനോടെ സ്വർഗത്തിലേക്ക് അങ്ങ് അയക്കാം. മതിയാ? നീ ആയിട്ട് എന്നെ അയക്കണ്ടടാ. I am already in സ്വർഗം. You don't want to do that. Understand, my son? What is your പ്രശ്നം? വീട്ടിലിരുന്ന് കുടിക്കുന്ന തന്നെ, അതും വീട്ടിലൊരു പെൺകുട്ടി ഉള്ളപ്പോ ഇങ്ങനെയാണ് പെരുമാറേണ്ടേ? ഒരു ബുദ്ധിയില്ലേ നിങ്ങക്ക്? ഇവള് പേടിച്ചിട്ട് ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കായിരുന്നു. ഞാൻ നിന്നെ പേടിപ്പിച്ചോ മോളെ? ആമായി നോള പറയരുത്. നിങ്ങൾക്ക് കള്ളു കുടിച്ച് ബഹളം വെക്കണമെന്നുണ്ടെങ്കിൽ വല്ല ബാറിലോ ഷാപ്പിലോ പോയി ചെയ്തൂടെ? എന്തിനാ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? വീട്ടിൽ വന്ന ഒരാളെ നിങ്ങൾ തന്നെ തുരത്തി ഓടിക്കാന്ന് വിചാരിച്ചിട്ടാണോ? ഇവൾ ഇങ്ങോട്ട് വന്ന് കയറിയ അന്ന് തുടങ്ങിയതാ നിങ്ങളുടെ ഈ പെർഫോമൻസ്. ഇന്ന് വരെ ഒരു ദിവസം പോലും അതില്ലാതിരുന്നിട്ടുണ്ടോ? ഒന്നാമത് ഇയാളോട് ഇങ്ങനെ എന്തിനാ സംസാരിക്കാൻ നിൽക്കുന്നത്? ഇയാൾ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ഒരു പെൺകുട്ടി വീട്ടിലുള്ളപ്പോ കള്ളു കുടിക്കരുതെന്ന് പോലും ഇങ്ങനെ അറിഞ്ഞൂടെ? ഞാനോട് കുടിക്കാൻ പറഞ്ഞോ? ഞാനല്ലേ കുടിച്ചേ? ഞാൻ നിന്നോട് കുടിക്കാൻ പറഞ്ഞോ? ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചോണ്ടല്ലോ അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. നീ ആരാ? അല്ലെങ്കിൽ പിന്നെ നീ അച്ഛന്ന് വിളിച്ച് നീ എന്റെ പിന്നാലെ താല കൊണ്ട് നടക്കില്ലേ? ഒന്ന് പോടാപ്പാ. ഈ സംസാരിക്കുന്ന ഭാഷ കേട്ടില്ലേ? നല്ല തനി മലയാളോടാ. നിന്നേക്കാൾ അക്ഷരശുദ്ധി കൊണ്ടിരിക്കും. ദിവസവും നാക്ക് ഒഴിക്കും. മനസ്സിലായടാ? പറഞ്ഞോടാ. മസ്തിഷ്ക പ്രചാരണം. റൈറ്റ്? നികേഷ്, ഇയാളോട് ഞാൻ എന്താണ് പറയേണ്ടത്? തോറ്റടാ. നീ തോറ്റടാ. അതാണ് ഭാസ്കരൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇവളോടെങ്കിലും ഡീസന്റ് ആയിട്ട് നടന്നൂടെ? ഞാൻ പിന്നെ ഡീസന്റ് അല്ലേ മോളെ? അല്ലേ? എപ്പോ നോക്കിയാലും ഒരു തല്ലിപ്പൊളി പാട്ടും വീടിയുടെ വൃത്തിയായിട്ട് മാറ്റും. അത് ഞങ്ങളുടെ തലയിലേഴ്സാന്ന് കരുതി ഞങ്ങൾ സഹിച്ചോളാം. പക്ഷെ നിധി അത് എന്തിനാ സഹിക്കുന്നേ? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ച നിങ്ങളെ ഞാൻ നോക്കി നിൽക്കുന്ന ചേട്ടനോട് മതിയെന്ന് പറ. ഇങ്ങനെ വേണടത്തി ഒന്ന് അടങ്ങാനത് നല്ലതാ. പിന്നെ ഈ പിപ്പിടിയല്ല ഞാൻ അടങ്ങാൻ പോകുന്നത്. ഒന്ന് പോടാ പൊടിക്കുപ്പി. നിങ്ങളുള്ള മതി, വേണ്ട, നിങ്ങൾ ചെല്ല്. ചെല്ലേ പോടാ. പോ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ വാലി പിടിച്ചോ? ചെല്ലേ പോടാ. ലുക്കടാ ഇവരുള്ളവൻ എന്റെ അടുത്ത്. ശിവനെ എടുത്തേ. നിധി, ഇതാ പുതിയ നമ്പർ അല്ലേ? ഞാൻ സേവ് ചെയ്തിട്ടില്ല. അത് അറിഞ്ഞിട്ട് പ്രശ്നമാവണ്ടെന്ന് വെച്ചു. സുഖല്ലേ എടുത്തി? അതെ മോളെ. അച്ഛൻ? കുഴപ്പമൊന്നുമില്ല. ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, സംസാരിച്ചില്ല. അത് പിന്നെ അങ്ങനെയല്ലേ നിധി, അവർക്കാർക്കും ഒന്നും മറക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നിന്നോട് സംസാരിച്ചൊന്നും പറഞ്ഞു എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഇപ്പൊ ആളിവിടെയില്ല, അതുകൊണ്ടാ ധൈര്യം സംസാരിക്കുന്നത് തന്നെ. അവിടെ നിനക്ക് എങ്ങനെയുണ്ട്? നീ ഹാപ്പിയാണോ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ആ വീടിനെ പറ്റി അരുണേട്ടൻ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ശരിക്കും പേടിയാ തോന്നിയത്. 5 ആണുങ്ങൾ മാത്രമുള്ള ആ വീട്ടില് നീ എങ്ങനെ തനിച്ച് താമസിക്കുന്ന ഓർത്തിട്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാ മനസ്സിലാവാത്തത്. ഏട്ടത്തെ, ഇത് ഞാനും ആഗ്രഹിച്ചു നടന്ന കല്യാണമല്ല. അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഞാനിവിടെ അധിക ദിവസം ഉണ്ടാവില്ല. എന്ത് പറ്റി മോളെ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അങ്ങനെയൊന്നും അല്ല എടുത്തി. ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ. പക്ഷെ ഞാനിവിടെ കംഫർട്ടബിൾ അല്ല. എന്ത് പറ്റി മോളെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി കണ്ടെത്തണം. അതിനെനിക്ക് ഏട്ടത്തിയുടെ ഹെൽപ്പ് വേണം. എന്റെയോ? അതെ എടുത്തി. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ സർട്ടിഫിക്കറ്റ്സും പാൻ കാർഡും ആധാർ കാർഡും വേണം. ജോലിക്ക് പോകുമ്പോ അത് കാണിക്കണ്ടേ? ഒരു ജോലി കിട്ടിയാൽ ഞാൻ ഇവിടം വിടും. അവിടുന്ന് പോവേ? എവിടേക്ക്? ഏതെങ്കിലും ഹോസ്റ്റൽ അഡ്മിഷൻ വാങ്ങണം. നീ എന്താ ഈ പറയുന്ന മോളെ? കല്യാണം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി നിൽക്കേ? അപ്പൊ സുധീഷോ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എനിക്ക് അർജന്റ് ആയിട്ട് സർട്ടിഫിക്കറ്റുകൾ വേണം എടുത്തി. അതൊന്നും എനിക്ക് എടുത്തരാൻ പറ്റോ? അത് പ്ലീസ്. എനിക്ക് വേറെ ആരോടും പറയാനില്ലാത്തോണ്ടാ. അത് കിട്ടിയ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറ്റും. പ്ലീസ്. ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, അതെല്ലാം എടുത്തിട്ട് എന്നെ വിളിച്ചാ മതി. എവിടെ നിന്ന് വാങ്ങിക്കാന്ന് ഞാൻ പറയാം. ശരി, ഞാൻ വിളിക്കാം. താങ്ക് യു എടുത്തി. ഈ കുട്ടിക്ക് എത്ര ഫോളോവേഴ്സ് അറിയോ? ഈ റീൽസ് ഒക്കെ കാണാൻ നിന്നെ പോലുള്ള മണ്ടന്മാരുണ്ടല്ലോ. ഓഹോ, എന്നിട്ട് ഹരിചേട്ടൻ കാണുന്നത് ഏതൊക്കെ അക്കൗണ്ട് സ്ഥിരം ഫോളോ ചെയ്യണത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ ലക്ഷോസ് ദേവകളുടെ അക്കൗണ്ടേ ഒരുപാട് അങ്ങ് ഫോളോ ചെയ്യാൻ നിൽക്കണ്ട. അവളെ ജിഷ്ണു കെട്ടി. ഏത് ജിഷ്ണു? ഈ പെൺകുട്ടികളുടെ ലിസ്റ്റ് മാത്രമല്ല, വല്ലപ്പോഴൊക്കെ ആൺപിള്ളേരെ നോക്കണം. പോടാ. ഓക്കെ 8 മണിക്കല്ലേ? ഞാൻ എത്തിക്കോളാം. ശരി. ലോ, എന്താണ് പരിപാടി? ഏയ് ഒന്നുമില്ല. സുധീഷേ, നീ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നീ വാ. രാവിലെ ഞാൻ നിന്നെ 2 തവണ വിളിച്ചു. നീ എന്താ ഫോൺ എടുക്കായിരുന്നേ? അതെയോ? വിളിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നീ കാണില്ലടാ. കാണില്ല, എനിക്കറിയാം. രാവിലെ അവൾ എന്നോട് വന്ന് ജോലി ചോദിച്ചപ്പോ ഒന്നും അറിയാത്ത പോലെ നിന്നവരല്ല നീ. ജോലി ചോദിച്ചോ? ഇപ്പൊ അടിച്ചു നിന്റെ പല്ലി ഞാൻ താഴിടും. എന്ത്? എടാ, അവള് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അതിന് ആരെങ്കിലും പരിചയമുണ്ടോ? ഞാൻ ആരോട് പോയി ചോദിക്കും? നീ എന്തിനാണ് എന്നെ കൂടെ കൊണ്ടു പെടുത്താൻ നോക്കുന്നത്? സുധീഷേട്ടൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ നോക്കിട്ട് വരാം. എടാ, എനിക്കൊന്നും ഹാൻഡിൽ ചെയ്ത് ശീലമല്ല. അറിയാലോ നിനക്ക്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇത് ഞാനും ചേട്ടനും കൂടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ? നീ പോയേ. സുഭാഷേട്ടാ എന്താ? ഒന്നുമില്ലടാ. എടാ, നീ പറ ഹരീഷേ, ആ നിധി എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാ.
ആ കുട്ടിയോട് എനിക്ക് മേസ്തിരി പണിയാണെന്ന് പറയാതെ ഞാൻ സൂപ്പർവൈസർ ആണ്, ഒരുപാട് കമ്പനികളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കാൻ വേട്ടാവളയും. അല്ല എന്തിനാ സൂപ്പർവൈസർ എന്ന് പറഞ്ഞത്? ആർക്കിടെക്റ്റാന്ന് പറയരുത്. അത് പിന്നെ അത് ഞാൻ അങ്ങനെയാ പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴോ വിശ്വസിക്കില്ല എന്ന് കരുതി ഞാൻ മാറ്റി പറഞ്ഞതാ. ഇക്കാര്യത്തിൽ മാത്രം ഒരു കുറവും സുധീഷേട്ടനില്ല അല്ലേ? വേണ്ടടത്തും വേണ്ടാത്തടത്തും നുണ പറയാൻ ഒരു പ്രയാസമില്ല. എന്തു വേണമെങ്കിലും പറയും, അതൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. ആടാ ഞാൻ അങ്ങനെയാ. നീ പിന്നെ വലിയ മഹാത്മാവാണല്ലോ. ഒന്നും മിണ്ടാ പോടാ. എടാ, എനിക്ക് പരിചയമുള്ള കമ്പനികളിൽ എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവള് പറഞ്ഞേക്കുന്നത്. അത് കേട്ടിട്ട് ഇവനെന്താ പറഞ്ഞെന്നറിയോ? സുഭാഷ് ഏട്ടന് അതൊക്കെ എളുപ്പമാണെന്ന്. ഇനി ആ കുട്ടി ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അല്ലേ ഞാന് ഞാൻ സൂപ്പർവൈസർ അല്ലെന്ന് പറയണോ? അതോ ജോലി വാങ്ങി തരാന്ന് പറയണോ? അതോ ഞാൻ സൂപ്പർവൈസർ ആണ് പക്ഷെ നിനക്ക് ജോലി വാങ്ങി തരാൻ പറ്റില്ല എന്ന് പറയണോ? അങ്ങനെയൊന്നും അല്ല. എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞാൽ മതി ചേട്ടാ. അതാ, നിനക്ക് എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞു വെക്കാം. ഞാൻ അതിനൊക്കെ ഒഴിവ് കഴിവുകൾ കണ്ടെത്തണം അല്ലെ? സുഭാഷ് ഏട്ടാ, ഇങ്ങേരുടെ കൂടെ നിന്നിട്ട് സുഭാഷ് ഏട്ടൻ നുണ പറയാൻ നിൽക്കണ്ടാട്ടാ. കാര്യങ്ങൾ തുറന്നു പറയണത് നല്ലത്. ഏട്ടത്തി സുധീഷ് ഏട്ടൻ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, പക്ഷെ നമ്മൾ കള്ളന്മാരാന്ന് പറയിക്കണ്ട. കള്ളന്മാരാ? അത് ശരി. നിനക്ക് എങ്ങനെയെങ്കിലും ഞാൻ നാണം കിട്ടണം എന്നുള്ളൂ അല്ലേ? എന്റെ കല്യാണം ചെയ്ത് നശിച്ച് കുട്ടിച്ചോറാണോ അല്ലേ? അപ്പൊ നീ ഹാപ്പി ആവും അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? നിന്റെ മനസ്സിലിപ്പോ അങ്ങനെയൊക്കെ തന്നെയാ. വർത്താനം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ദേ ഏട്ടത്തെ മുറിയിലുണ്ട്. സുഭാഷ് ഇവൻ പറയുന്നതായിട്ട് സുഭാഷ് ഏട്ടൻ ഒന്നും ചെന്ന് പറയാൻ നിൽക്കണ്ട. ഇവനെ എങ്ങനെയെങ്കിലും എന്റെ ജീവിതം നശിപ്പിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അതിനെ ഞങ്ങള് വേണ്ട. ഇയാള് പറയണ നുണ തന്നെ ധാരാളം മതി. എന്ത് ചോദിച്ചാലും ആദ്യം നുണയെ പറയുന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള വാശിയല്ലേ? അല്ല, ഞങ്ങളെ പറ്റി എന്തൊക്കെ നുണയാണ് പറഞ്ഞു വെച്ചണേ? ഞാൻ കളക്ടറാണ്, ഇവൻ MBBS പഠിക്കാന്നൊക്കെയാണോ? അയ്യോ തുറന്നു പറയും. അയ്യോ അങ്ങനെയൊന്നും അല്ല. സത്യം പറ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ നീ? അയ്യോ ഇല്ലാട്ടാ. ഞാൻ ചേട്ടനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചേട്ടാ വിശ്വസിക്കല്ലേ? ഉറപ്പായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഹരീഷ് സുഭാഷ് ഏട്ടനോട് സംസാരിച്ച പോലെ ഞങ്ങളോട് സംസാരിക്കുമ്പോഴാ അത് മനസ്സിലാവൂ. പിന്നെ നീ വലിയ മഹാനൊന്നും ചേട്ടാ. ഒന്ന് നിർത്തണ്ടോ? ഇവരുടെ കാര്യം എപ്പോ നോക്കിയത് വഴക്ക്. ഇത് കണ്ടാ മതി. ഏട്ടത്തി ഇപ്പൊ തന്നെ വീട് ഓടിപ്പോ. അതെ, ഈ വീടായതേ ഏട്ടത്തി വന്നപ്പോഴാ. നിങ്ങളെ കൂടുതൽ പഴയ തൊഴുത്താക്കി മാറ്റുമോ? അതെ, അത് പാവം ചേച്ചിയാ. അതിനോട് തന്നെ ഇമ്മാരെ നുണയൊക്കെ പറയാൻ കേട്ടാ. അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. എടാ സത്യം. സുഭാഷ് ഏട്ടാ, ഇനി അവള് സുഭാഷിനോട് ജോലിയൊന്നും ചോദിക്കില്ല. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ അവസരത്തിൽ ഞാൻ അറിയാതെ ചെറുതായിട്ടൊരു നുണ പറഞ്ഞു എന്ന് കരുതി എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുരിച്ചു കയറ്റി തന്നില്ല. അതൊന്നും ശരിയല്ലോട്ടാ. പറഞ്ഞില്ലാന്നാട്ടാ. പിന്നെ ഇയാൾ എന്തത്? അമ്മ എന്താ ആലോചിക്കുന്ന? എനിക്ക് ആലോചിക്കാൻ വേറെ എന്താ ഉള്ളത് സാന്ദ്രെ? ഓർക്കരുതെന്ന് വിചാരിച്ചാലും ഓർമ്മ വരാതിരിക്കോ? അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കുമ്പോ അവൾ എപ്പോഴും മൂളി നടക്കുന്ന ഒരു പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ നെഞ്ചു പൊള്ളി പോകുന്ന പോലെ തോന്നുക. ഇടയ്ക്ക് തോന്നും അവളെ ഒന്ന് ഫോണിൽ വിളിച്ചാലോന്ന്. പിന്നെ രാജീവേട്ടനെ ഓർക്കുമ്പോ വേണ്ടാന്ന് തോന്നും. അവള് കാരണമാണല്ലോ രാജീവേട്ടൻ ജീവൻ എടുക്കാൻ നോക്കിയതെന്ന് ഓർക്കുമ്പോ ഇനി ഒരിക്കലും അവളെ കാണരുതെന്നും തോന്നിപ്പോവും. നിധി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നോ? എന്നിട്ട് എന്താ അവള് പറഞ്ഞേ? അവക്ക് സുഖം തന്നെയാണോ മോളെ? ആ വീടിനെ പറ്റി ആലോചിക്കുമ്പോ ശരിക്കും എനിക്ക് പേടി തോന്നാറുണ്ട് മോളെ. എന്താ അവള് പറഞ്ഞേ? അവക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അധികകാലം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം? അവളെന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടത്രേ. ജോലി കിട്ടിയോ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് പറഞ്ഞു. ആ ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് അവളെന്തിനാ ഹോസ്റ്റലിലേക്ക് മാറുന്നത്? അപ്പൊ അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ അർത്ഥം? അയ്യോ, അരുൺ പറഞ്ഞത് നീയും കേട്ടതല്ലേ? 5 ആണുങ്ങള് മാത്രമുള്ള ആ വീട്ടില് ഇവിടെ എങ്ങനെ കഴിയും മോളെ? എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടാവും. അതാ അവൾ അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു. പക്ഷെ അവളൊന്നും വിട്ടു പറയുന്നില്ല. അവൾക്ക് അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം അത്ര. സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും കിട്ടിയ അവൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാന്ന്. ജോലി കിട്ടിയ ഉടനെ ആ വീട്ടിൽ നിന്ന് മാറുമെന്ന് അവള് പറഞ്ഞത്. ഓർക്കുമ്പോ പാവം തോന്നാ അമ്മേ. നമുക്ക് അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്താലോ? രാജുവേണ്ണ അരുണും വന്നെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം ആ. അരുൺ, നാളെ ക്ലയൻസിന്റെ മീറ്റിംഗിന് നീ പോയാ മതി. ഞാൻ വരുന്നില്ല. ഇതിപ്പോ എത്ര തവണ അച്ഛൻ സ്കിപ്പിംഗ് അറിയോ? അടുത്ത തവണ നോക്കാം. നമ്മുടെ നിധി സാന്ദ്രയെ വിളിച്ചിരുന്നു അത്രേ. ആ വീട്ടില് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത്രേ. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവൾ അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറാൻ പോവാ അത്രേ. അങ്ങനെ മാറണമെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അർത്ഥം? 5 ആണുങ്ങളുടെ ഇടയില് അവക്ക് അവിടെ കഴിയാൻ പാടായിരിക്കും. കാര്യം എന്തൊക്കെയാണെങ്കിലും അവക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാ നമുക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ദേഷ്യമൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം. നീ എന്താ അവളെ ഫോൺ എടുക്കാൻ പോയത്? അവളോട് മിണ്ടറിനോട് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ അതാണോ അരുൺ വിഷയം? അവള് സംസാരിച്ചതുകൊണ്ടല്ലേ നിന്റെ അനിയത്തി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ അറിഞ്ഞത്. എന്തായാലും അവളെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അവളെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ തല്ലുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ആയിക്കോ.
പക്ഷെ ഇനി അവളെ അവിടെ നിർത്താൻ പാടില്ല. എന്നാ പിന്നെ നീ എവിടെ നിന്ന് ഇറങ്ങിക്കോ. എന്താ അവളുടെ വല്ലാത്തൊരു പുത്രി സ്നേഹം. അന്ന് രാത്രി മുഴുവൻ തെരുവ് തോറും പട്ടിയെ പോലെ അരഞ്ഞു നടന്നത് ഞാനാ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവളുടെ കാല് പിടിക്കും പോലെ കെഞ്ചത് ഞാനാ. എന്നിട്ട് അവള് കേട്ടില്ല. പകരം ആ ഡ്രൈവറിന്റെ കൈയും പിടിച്ച് എന്റെ മുന്നിൽ വെച്ച അവൻ അവളുടെ കഴുത്തിൽ. എന്റെ ഉള്ളിൽ എന്തുമാത്രം പിടഞ്ഞെന്ന് നിനക്കറിയോ? ഇപ്പൊ അവള് കഷ്ടപ്പെടുകയാണത്ര. അവളെ കൂട്ടിക്കൊണ്ടുവരണം പോലെ. അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ അന്ന് അവളുടെ കാല് പിടിക്കും പോലെ കെഞ്ചത്. അവള് കേട്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാ. തെറ്റ് അവളുടെ ഭാഗത്ത് തന്നെയാ. ഞാൻ സമ്മതിച്ചു. എന്നുവെച്ച് പോയ പോലെ പോട്ടേന്ന് നമുക്കങ്ങ് തള്ളിക്കളയാൻ പറ്റൂ. മതി. ഇനി ഈ വിഷയം ഇവിടെ മിണ്ടിപ്പോരുത്. അവൾ ഇനി ഈ വീട്ടിലേക്ക് കയറുന്ന പ്രശ്നമില്ല. അതെന്റെ തീരുമാനം. അച്ഛൻ സമ്മതിക്കില്ലെന്ന് അറിഞ്ഞൂടെ അമ്മേ? അരുണിനെ പോലെ അവളെ ഞാൻ പ്രസവിച്ചതല്ലേ മോളെ. ആ വീട്ടിൽ കിടന്ന് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സുന്ദരി നീ സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ ചേന്തി. എന്താടാ? ഒന്നുമില്ല. മോളാണ് അവിടെ കൊളുത്തിയത്. അതെ സുഭാഷ് ചേട്ടാ, ആ, ഇന്ന് 30 വെള്ളിയാഴ്ചയല്ലേ, രാവിലെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തി. ആ, ഫു, എന്തൊരു ഭക്തിയുള്ള കുട്ടി. സുഭാഷ് ചേട്ടാ, ആ, നീയോ? ആ, ഇവിടെ എത്തിയ എടീ, നിന്നെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ. വാ. വീട്ടില് നല്ല തിരക്കായിരുന്നു, അതാ. ആ, കല്യാണപ്പെണ്ണ് വീടുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയോ? എന്നെ ഓർമ്മയുണ്ടോ? അന്ന് റിസപ്ഷന് സാരി ഉടുപ്പിക്കാനും മേക്കപ്പ് ഇടാനും വന്നത് ഞാനാ. അന്ന് ചീത്ത പറഞ്ഞു ഓടിച്ചു. സോറി, ഞാനന്ന് വേറെ മൂഡിലായിരുന്നു. അതൊന്നും സാരില്ല. അന്നേ നിധിയുടെ അച്ഛന് നല്ല സുഖമില്ലായിരുന്നു. നിധി ആ ടെൻഷനിലായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മള് റിസപ്ഷൻ കൂടി പ്ലാൻ ചെയ്തപ്പോ ആ ടെൻഷൻ കൂടി. അതാ അങ്ങനെ പറഞ്ഞത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സുഭാഷ് ചേട്ടാ. എനിക്ക് വിഷമായിട്ടൊന്നുമില്ല. സാമ്പാറിന്റെ മണം വരുന്നുണ്ടല്ലോ. ഏ? നോക്കട്ടെ. കൊള്ളാം. ചെല്ല് ചെല്ല്. ആ, എന്താ ടേസ്റ്റ്. എന്റെ അമ്മ പോലും ഇങ്ങനെ പാചകം ചെയ്യില്ല. ശരി നിക്ക്, ഞാനേ എന്നെ കുറച്ച് നന്നായിക്കാം. അച്ഛന്റെ അനിയത്തിയുണ്ട് ലളിതമ്മായി, അവരുടെ മകള്. അവര് നമ്മളായിട്ട് സംസാരിക്കാറൊന്നുമില്ല ഈ സ്വത്ത് തർക്കം. പക്ഷേ ഇവളൊരു പാവ. ഇടയ്ക്കിടയ്ക്ക് പിൻവാതിൽ വഴി വീട്ടിലേക്ക് കയറി വരും. അതെന്താ? അത് ഈ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനോട് ഒരു ഇത്. നോക്കിയോ, ഇനി കുറച്ച് പ്രണയ സലാപം സുനന്ദയുടെ ഭാഗത്തുനിന്നുണ്ടാവും. വാ വാ. സുഭാഷ് ചേട്ടാ, ഇത് പുതിയ ടീഷർട്ടാണോ? ഇത് കുറെ നാളായല്ലോ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. പുതിയതുപോലെ ഇരിക്കുന്നു. പഴയതാണെന്നേ. പക്ഷെ ഒന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഇട്ടാ എത്ര പഴയതും പുതിയതുപോലെ ഇരിക്കും. ആഹാ. കേട്ടില്ല, ഡയലോഗ് എന്നും ഇങ്ങനെയാ. പിൻവാതിലൂടെ വന്ന് സുഭാഷ് ഏട്ടനോട് സംസാരിച്ചിട്ട് അങ്ങ് പോവും. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് സുനന്ദയ്ക്ക് ഒരു പങ്കും കൊടുത്തുവിടും. ഇവര് ലവ്വാ? ലവ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ലവ് മാതിരി ഒന്ന്. അവള് നിന്റെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുന്ന ഉറപ്പുണ്ടായമേ. എനിക്ക് ഉറപ്പുണ്ട്. അവൾക്ക് അവനേക്കാൾ വലുത് നമ്മളാണെന്ന് അവൾക്ക് തോന്നിയല്ലേ. അവൻ താരി കെട്ടിയൊന്നും പ്രശ്നമല്ല. പോയാ ഇയാള് തിരിച്ചു വരൂ. എന്താ അങ്ങനെ ചോദിച്ചേ? പെട്ടെന്ന് ഇയാളുടെ അടുത്ത് ഇയാളോട് വരാൻ പറയുന്നു, അതും തനിയെ വരണമെന്ന് പ്രത്യേകം പറയുന്നു. അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോന്നുള്ളൊരു പേടി തോന്നാ എനിക്ക്.